ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ പൊസിഷനിലുള്ള ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക. ജനറലി ചോദിക്കാൻ സാധ്യതയുള്ളത് പിരമിഡും കോണുമായിരിക്കും. അത്യാവശ്യം നല്ല ഒരുവിധം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രിസം വന്നാൽ വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ കാരണം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഈസിയാണ്. പ്രിസം ചോദിക്കുവാണെങ്കിൽ അതിനകത്ത് വല്ല ഇതുപോലെ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യണ സാധനങ്ങളൊക്കെ ആയിരിക്കും വരയ്ക്കാൻ പറയുന്നത്. ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇവിടെ എന്തും കൂടി കാണിക്കണം, ഇവിടെ അതിൻ്റെ സെക്ഷൻ പ്ലെയിനും കൂടി കാണിക്കണം. ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്തേക്കണേ? മിഡില് 30 ഡിഗ്രി HP ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, HP ആയാലാണ് 30 ഡിഗ്രി. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് അത് മാർക്ക് ചെയ്യേണ്ടത്. HP ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ ഫ്രണ്ട് വ്യൂവിലാണ്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 3 mm, 1 2 3. അപ്പോൾ ഇവിടെ വരും 1. നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കുക കേട്ടോ. എനിക്കിത് സ്കെയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യണത്, ഇതിൻ്റെ മിഡ് പോയിന്റ് സ്കെയിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് അളക്കുക. സ്കെയിൽ വെച്ചിട്ട് അളക്കുക. ഉണ്ടോ? എനിക്ക് ഇവിടെ നിന്ന് വേണ്ട എണ്ണം നമ്പർ 1 2 3. നിങ്ങൾക്ക് എക്സാമിന് ഇത് തന്നെയാണ്, ഇതേപോലത്തെ ഒരു ഷീറ്റ് തന്നെ. അപ്പോൾ നിങ്ങൾ ആ കോള എണ്ണിയാൽ മതി. അത് ചെക്ക് ചെയ്തേക്കണം കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോയെന്ന്. ആക്ച്വലി അവിടെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യേണ്ട ആവശ്യം പോലും വരാറില്ല. ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയേക്കുക. ഏകദേശം 1 സെൻറ്റിമീറ്റർ തന്നെയല്ലേ ആ ഗ്യാപ്പ് എന്ന്. എക്സാമിന് തന്നെ പേപ്പർ ഇതുപോലെ ആയിരിക്കും. 1 2 3. അപ്പോൾ 3യിൽ ജസ്റ്റ് ഒരു നമുക്ക് ഈ പ്രൊട്ടാക്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് 1 2 3 പ്രൊട്ടാക്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ മസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ആ സർക്കിൾ വരച്ചില്ലേ, ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ആക്സിസ് ലൈൻ വരച്ചിടുക. ഒരു തിൻ ആക്സിസ് ലൈൻ വരച്ചിടുക. നിങ്ങൾക്ക് സർക്കിൾ വെച്ച് ഇതിന് സർക്കിൾ വെച്ച് വരയ്ക്കാനാണ് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ബൈസെക്ടറൊക്കെ വരച്ചിട്ട് നമ്മൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ നടക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ സർക്കിൾ വെച്ചിട്ട് വരയ്ക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ഹെക്സഗണും പെൻറ്റഗണും. ഈ 108 എടുത്ത് വരയ്ക്കാൻ നിന്നാൽ പ്രോബ്ലം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് നടക്കണം. അപ്പോൾ ഇതാണ് ഈ ആക്സിസിൽ അതിൻ്റെ മിഡ് പോയിന്റ്. ഇതൊക്കെ തിന്നാട്ടോ. ഞാൻ ഈ യെല്ലോ വെച്ചിട്ട് മാർക്ക് ചെയ്യണത് നിങ്ങളുടെ പെൻസിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അത് വെച്ചിട്ട് വരയ്ക്കാൻ പോകുള്ളൂ. നമ്മുടെ പ്രൊട്ടാക്ടർ അവിടെ കൊണ്ടുപോയി വയ്ക്കുക, ആ സെൻറ്റർ പോയിന്റ്. ഇത് ചില പ്രോബ്ലത്തിൽ ബൈസെക്ട് ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ പ്രിസം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ആംഗിൾ തരാതെ വേറെ ഇത് തരും. ഇങ്ങനെ ഒരു സാധനം തരും. ഇതിൽ കൂടി പാസ് ചെയ്യുകയാണ്. അങ്ങനെ തരാം. അല്ലെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ പ്രിസം, അങ്ങനെയും ചിലപ്പോൾ തരാറുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എ കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ അറ്റ് എ ഡിസ്റ്റൻസ് 15 mm ഫ്രം ദ ടോപ്പ്, അല്ലെങ്കിൽ 15 mm ഫ്രം ദ ബോട്ടം, അങ്ങനെയും തരാം. അപ്പോൾ ഈ ഡിസ്റ്റൻസുകൾ ക്വസ്റ്റ്യനിൽ മാറാം. ഈ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ മാറാം. ഒന്നല്ലെങ്കിൽ ഈ കോർണറിൽ കൂടി പാസ് ചെയ്യണമെന്ന് പറയാം, അതല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് താഴെ പാസ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ എന്തായാലും മിഡ് പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആക്സിസിൽ കൂടി അതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഈ കട്ടിംഗ് പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യാൻ കാരണം ഈ കട്ടിംഗ് പ്ലെയിൻ ആംഗിളിൽ ഏതുമായിട്ടാണ് ഉണ്ടാക്കുന്നത്? HP ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലമാണ് വരുള്ളൂ. VP ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം സാധാരണ ചോദിക്കാറില്ല. അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചോദിക്കാറില്ല. നമുക്കൊരു സാധനം ഇവിടെ ഇമ്പോർട്ടൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
ഇതിനെ അഴിച്ചെടുത്ത് നിവർത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് വെറുതെ മുകളിൽ നിന്നൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരെ കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നിവർത്തുക. അപ്പോൾ നേരെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രൊട്ടാക്ടർ വയ്ക്കുക. പ്രൊട്ടാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുക. 30 കട്ടിംഗ് പ്ലെയിൻ്റെ ലൈൻ ഏകദേശം ഇന്ന് വരയ്ക്കണം. ഇതിനെ കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് ഈ കൺവെൻഷൻ എങ്ങനെയാണ്? ഇല്ല, ബ്രേക്ക് ചെയ്തേക്കാം. ഇങ്ങനെ ഡോട്ടർ ലൈനാണ്. എന്നിട്ട് ഈ എൻഡ് തിക്കാക്കും അല്ലേ? നിങ്ങൾ ഡോട്ടറായിട്ട് വരച്ചോട്ടോ, എനിക്ക് അങ്ങനെ വരയ്ക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഇച്ചിരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നീണ്ടു കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ എൻഡ് എന്തായിരിക്കും? എൻഡ് കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഏതൊരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ സിമ്പിൾ പൊസിഷനിൽ ഉള്ള ഫിഗർ ആദ്യമേ വരയ്ക്കണം. ചിലതിനകത്ത് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നവർക്കും ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ആ ഡെവലപ്മെൻറ്റിന് ആ മാർക്ക് ഇടും. മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, നമ്മൾ ഡെവലപ്മെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് മാർക്ക് പോകും. മനസ്സിലായോ? ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് വരച്ചാൽ മതി. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് മാർക്ക് നമ്മുടെ പോകും. അതേസമയം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിന് കിട്ടുന്ന ഒരു 5 to 6 മാർക്ക് ഉണ്ടാവും. അതവിടെ കിട്ടും. ഈ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 5 or 6 മാർക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ചെയ്യാൻ പോകാതിരിക്കുമായിരിക്കും നല്ലത്. പിരമിഡ് മെത്തഡ് എന്തായാലും ഇത് വരയ്ക്കണം. കാരണം ഈ ഹൈറ്റ് ഒന്നും ഒറിജിനൽ ഹൈറ്റിൽ കാണാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി XY ലൈൻ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം XY ലൈൻ തന്നെ യൂസ് ചെയ്യുക. കാരണം നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. സെയിം XY ലൈൻ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് കൺവീനിയൻ്റ് ആയിട്ട് നീട്ടി വരയ്ക്കുക. ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിസം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് കിട്ടുക. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഈസ് ഈക്വൽ ടു ഏത് ഇതാണോ, ഇതിന് എത്ര എഡ്ജ് ഉണ്ട്? 5 എഡ്ജ്. 5 ഇൻറ്റു 25 ആയിരിക്കും അതിൻ്റെ ലെങ്ത്. ഇനി ഇതൊരു സ്ക്വയറോ ഹെക്സഗണോ ഒക്കെ ആണെങ്കിലോ, സ്ക്വയർ ആണെങ്കിൽ 4 ഇൻറ്റു 25ഉം അല്ലേ, നമ്പർ ഓഫ് ബേസ് എഡ്ജസ് ഇൻറ്റു ഡയമെൻഷൻ, അതാണ് ചെയ്യേണ്ടത്. ഒരു സിലിണ്ടർ ആണെങ്കിലോ 5D, അതായത് ഇതെന്താണ്? ഇത് പെരിമീറ്റർ ആണ്. ഇത് പെരിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയണതോ, ഹൈറ്റ്
ആ പ്രിസത്തിൻ്റെ അതേ ഹൈറ്റ് ഓഫ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തിന്നായിട്ട് 5×25 എന്ന് പറയുമ്പോൾ എത്ര വരും? 125 അല്ലേ? 125 വരും. അപ്പോൾ 125 നീളത്തിൽ, അതായത് 1 എത്ര വരും? 12.5 വരും. 125 mm. അപ്പോൾ ഒരു 125 mm ഒരു ഇത് വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് വരച്ചോളൂ കേട്ടോ. ഞാൻ സ്കെയിൽ വെക്കാൻ നിൽക്കുന്നില്ല, ഞാൻ എണ്ണി അങ്ങ് വരയ്ക്കാൻ പോകണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പം 100 mm ആയി. 10, 11, 12. ഇപ്പോൾ 120 mm ആയി. അല്ലേ? 12 × 10 mm, 120 mm ആയി. 125 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഇത് 125 ഉണ്ട്. ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ അതേ ഹൈറ്റ്. അപ്പോൾ ഇത് തിന്നായിട്ട് വരയ്ക്കുക. കാരണം ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത പോർഷൻ വേണ്ട. നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ താഴേക്കുള്ളതാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് ഒരേ ലൈനിൽ വരച്ചാൽ എളുപ്പമാവും നിങ്ങൾക്ക്. ഇങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ കോമ്പസേ കുത്തി ആ ഡിസ്റ്റൻസ് എടുക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തിന്നായിട്ട്, ഞാനിവിടെ എന്തൊക്കെ യെല്ലോ ലൈനിൽ വരയ്ക്കുന്നുണ്ടോ അത് മുഴുവൻ തിൻ ലൈൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ഇത് സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ തന്നെ വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. 125 mm. ഇതിൻ്റെ ഹൈറ്റ് ഇത് തന്നെ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. 5 എണ്ണയില്ലേ, ഇതിന് ഫോൾഡിങ്സ് ഉണ്ടല്ലോ. ഇതിങ്ങനെ മടക്കി ഒരു പെൻറ്റഗണൽ പ്രിസമാണ്, ഒരു സോളിഡാണ്. അത് നമ്മൾ നിവർത്തുമ്പോൾ നിങ്ങൾ ഈ ബോക്സ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ കണ്ടില്ല, അൺകവർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ആ ബോക്സ് മടക്കി വയ്ക്കുന്നിടത്ത് ഫോൾഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോൾഡിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്തിലാണ്. അതായത് 25 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ നിങ്ങൾ 25 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സൈഡ് എത്രയാണോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോമ്പസിൽ അത് എടുത്തിട്ട് ചെയ്യാം. എനിക്ക് ആ കോമ്പസിൽ അത് എടുക്കാൻ പറ്റുന്നില്ല, കോമ്പസിൻ്റെ റേഞ്ച് അത്ര ഇല്ല. അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടായാലും മതി. ഇവിടെ അതെല്ലാം തിന്നായിട്ട് തന്നെ വരയ്ക്കാം. നമുക്ക് ലാസ്റ്റ് തിക്കാകാം. 25, അടുത്തത് 5-ലായിരിക്കും അല്ലേ? അടുത്തത് 5-ലായിരിക്കും. അടുത്തത് 7.5-ലായിരിക്കും. അടുത്തത് 10-ലായിരിക്കും അല്ലേ? ഇപ്പം എത്രണ്ണായി? 5 ഇതായില്ലേ? 1, 2, 3, 4, 5 കഴിഞ്ഞു. അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഏത് സോളിഡാണ്? ഹെക്സഗൺ ആണെങ്കിൽ 6 ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ 3 റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്രിസം ആണെങ്കിൽ എന്തായിട്ടാണ്? 4 ഒരു സിലിണ്ടർ ആണെങ്കിലോ അത് നമുക്ക് പറയാം, മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ഇത് എത്രയാണോ ഇങ്ങനെ, അതാണ് പ്രിസം വരയ്ക്കാൻ എളുപ്പമെന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എളുപ്പമെന്ന് പറഞ്ഞത്. ഈ പ്രിസം അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് അത്രയും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോഴും അവർ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിസത്തിൻ്റെ ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിൽ കൂടെ 2 മൂവ് ചെയ്യുകയാണ്, അതിൻ്റെ പാത്ത് ട്രേസ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക.
പക്ഷെ അപ്പോഴും നമ്മൾ ഇത്രയും ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് ഈസി ആയിട്ട് ഒരു പകുതി കൂടുതൽ മാർക്ക് ഇതിന് കിട്ടും. അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ പോലും നമ്മൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പകുതിയിൽ കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടും. ഇപ്പൊ ചിലപ്പോൾ ഇതിന്റെ ബോട്ടം എഡ്ജ് തൊട്ട് ടോപ്പ് എഡ്ജ് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജിലേക്ക് രണ്ട് മൂവ് ചെയ്യുകയാണ് ട്രേസ് ദ പാത്ത്. ഇല്ലേ, നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ആ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലം ആണ്. ഞാനതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പ്രോബ്ലംസ് എല്ലാം ഞാൻ നേരത്തെ അയച്ചു തന്ന സാധനങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് അയച്ചേക്കാം. ഇത്രയും ചെയ്തോ? ഇത്രയും ചെയ്യണം കേട്ടോ. ഇത്രയും ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പേര് ഡെവലപ്മെൻറ്റിൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അൺറാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് എഡ്ജ് എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് എക്സ്ട്രീമിൽ എഡ്ജ് എടുക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത്. ഈ ഇടയ്ക്ക് എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നെയിമിങ്ങിന് ഒരു പ്രോബ്ലം വരും. അത് നമുക്ക് ഈ വെച്ചേക്കുന്ന ഫിഗറും നമ്മൾ ഡെവലപ്പ് ചെയ്തതും തമ്മിലൊരു ബന്ധമില്ലാതെയായി പോകും. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മറ്റേപാട് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത ഡിസ്റ്റൻസുകൾ ഇതിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്പ് start development from left extreme point. അപ്പോൾ ഇവിടെ എ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ സോളിഡ്സിലും അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കുക. എ, ബി, സി, ഡി, ഇ, എ. കണ്ടോ? എ നമ്മളിങ്ങനെ ഇതിനെങ്ങനെ അങ്ങ് അഴിച്ചെടുക്കുകയാണ്. ഇതിനത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് അഴിച്ചെടുക്കുകയാണ്, എന്നിട്ട് നിവർത്തുവാണ്. അപ്പോൾ എ ഈ എൻഡിലും ഉണ്ട് അല്ലേ, ഈ എൻഡിലും ഉണ്ട്, എ ഇങ്ങേ എൻഡിലും ഉണ്ട്. അപ്പോൾ ഇതിനെ വീണ്ടും തിരിച്ച് ഇങ്ങനെ തന്നെ അങ്ങ് മടക്കിയാലോ ഇതുപോലെയുള്ളൊരു പെൻഡഗണൽ പ്രിസമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചിട്ടങ്ങ് പോവാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയോ? രണ്ടെണ്ണം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും പേര് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇവിടെ കൊടുക്കണം, എ എ ആണ് നല്ല. ഇതൊക്കെ ലാസ്റ്റ് ചെയ്താൽ മതി. സമയം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എഡ്ജ് അറിയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെയ്യുക. ഫൈനൽ ഫിനിഷിങ് ഓൾ ഡയമെൻഷൻ എല്ലാം ലാസ്റ്റ് ചെയ്താലും മതി. ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അവസാനം ഒന്നും ചെയ്യാതിരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിനും കൂടി പേര് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് എ ആണ്, ഇത് ഇ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, എ ഡാഷ് ഉണ്ട് ആദ്യം കാണുന്ന. ഇതിൻ്റെ ബാക്കിൽ എന്തുണ്ട്, ഇ ഡാഷ് ഉണ്ട്. ഇവിടെ ഈ എഡ്ജ്, ഇവിടെ ബി ഡാഷ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ബാക്കിൽ ഡി ഡാഷ് ഉണ്ട്. ഇവിടെ സി ഡാഷ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ചെയ്തോ?
ഇത്രയും ചെയ്തോ? ഞാൻ അതിൻ്റെ ബാക്കിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത സാധനം ഇങ്ങോട്ടേക്ക് മാറ്റുക. ഇവിടെ നോക്കിക്കേ, എയിനെ കട്ട് ചെയ്തിട്ടുണ്ട്. എയിനെ കട്ട് ചെയ്ത പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് പാരലൽ ലൈൻ വരയ്ക്കുക. എയിൽ കട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എവിടേക്ക് കട്ട് ചെയ്തേക്കണേ? സീനെയും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ പോയിന്റിൽ ഈ പോയിന്റിൽ ഇത് കാണാമെന്ന് വിചാരിക്കണം. ഈ ഷെയർ ചെയ്തത് കാണാമോ? സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമോ? ഓക്കെ, ഈ കട്ട് ചെയ്ത ഈ എഡ്ജിനെ ഇവിടെ എ എന്ന് പറഞ്ഞ എഡ്ജിനെയും കട്ട് ചെയ്തിട്ടുണ്ട്, സി എന്ന് പറഞ്ഞ എഡ്ജിനെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരെ വരച്ചാലും മതി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇങ്ങനെ വരച്ചിടുക, തിന്നായിട്ട് വരച്ചിടുക. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നീട് മാർക്ക് ചെയ്താലും മതി. ഇനി ഈ ബി ഡി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കട്ടിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾ പാരലൈൻ അങ്ങ് വരച്ചിടുക. ഇങ്ങനെ ഇതിപ്പോൾ സി, ഇപ്പം ഇത് വരച്ചിട്ടങ്ങനെ എന്താണ്? ഈ കട്ട് ചെയ്ത പോയിന്റിൽ കൂടിയുള്ള പാരലൽ ലൈനാണ്. അപ്പോൾ ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യണേ? എ സീനെ എവിടെയൊക്കെ കട്ട് ചെയ്തു അത് മാർക്ക് ചെയ്യുക. എ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, സി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതോ ബി ഡി, ഈ ലൈൻ ബി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഡി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതോ സി എന്ന് പറഞ്ഞ എഡ്ജിനെ കട്ട് ചെയ്യണ ലൈൻ അതാണിത്. സി ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തില്ലേ? ഇവിടെ ഇല്ലല്ലോ, ഇത് ഇ അല്ലേ? അപ്പോൾ ഇവിടെ അല്ല കേട്ടോ, ഇവിടെയല്ല, ഇത് ഇവിടെയാണ്, ഈ ഇവിടെയാണ്. അതായത് എയിനെയും ഇതിൻ്റെ ബാക്കിലുള്ളത് ഇ ആണ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഏതിനെയാ? എയിനെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇനെയും കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈനോ ഇവിടെ ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ബിനെയും കട്ട് ചെയ്യുന്നുണ്ട്, ഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈനോ സീനെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞ ഒരൊറ്റ എഡ്ജേ ഉള്ളൂ, സീനെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. സീനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇവർ തമ്മിൽ ലൈൻ വരയ്ക്കുക. എ ബി കണക്ട് ചെയ്യുക. ഇതാണ് നമ്മളെ പേര് കറക്റ്റായിട്ട് കൊടുക്കാനുള്ള ഗുണം. ഇടയ്ക്കുന്ന് അൺറാപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ബി എന്ന് അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടായിരിക്കും. ഇനി ആ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എ ബി കണക്ട് ചെയ്തു, ബി സി കണക്ട് ചെയ്തു, സി ഡി കണക്ട് ചെയ്തു, ഡി ഇ കണക്ട് ചെയ്തു, എ വീണ്ടും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ എ വീണ്ടും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇതാണ്. ബാക്കിയെല്ലാം തിന്നായിട്ട് ഇത് മാത്രം, ഞാനിപ്പോൾ ബ്ലാക്കിൽ വരച്ചത് മാത്രമാണ് നിങ്ങൾ തിക്കാക്കാനുള്ളൂ. ഇതാണ് അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ. അപ്പോൾ ഈ പോയിന്റ്സ് എങ്ങനെയാണ് കിട്ടിയത്? ഈ കട്ടിംഗ് ലൈൻ പാസ് ചെയ്ത പോയിന്റിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. എ ഇ എന്ന് പറഞ്ഞ എഡ്ജിനെ കട്ട് ചെയ്യണ പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ എ, ഇവിടെ ഇയിൽ അത് മാർക്ക് ചെയ്തു. ബി ഡി അതിനെ കട്ട് ചെയ്യണത് ഇതാണ്. അപ്പോൾ ഈ ബിയിൽ മാർക്ക് ചെയ്തു, ഡിയിൽ മാർക്ക് ചെയ്തു. സീനെ കട്ട് ചെയ്യണ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ സീൽ മാർക്ക് ചെയ്തു, അത് നമ്മൾ കണക്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിക്കുക, ഈ യെല്ലോ ലൈൻ പോലെ തിന്നായിട്ടാണ് കാണുള്ളൂ. ഇനി ഇതേ പ്രോബ്ലത്തിൽ ഒരു അണ്ട് മൂവ് ചെയ്യണ പാത്താണെങ്കിൽ അതെന്ത് ചെയ്യും? നിങ്ങൾ എന്ത് പ്രോബ്ലം ആണെങ്കിലും ഇത്രയും ഈ പ്രോബ്ലം എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഇത് ചെയ്യണം. ഇത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ടിംഗ് പ്ലെയിൻ ആണെങ്കിൽ കട്ടിംഗ് പ്ലെയിനിൻ്റെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്,
അണ്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് മാറ്റുന്നത് എല്ലാം ഡെവലപ്മെൻറ്റ് വരയ്ക്കാതെ ഒരു പീരീഡ് എടുക്കില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് വരച്ചാൽ തന്നെ ഒരു 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി പ്രിസത്തിൻ്റെ എടുത്ത് നോക്കുക. പ്രിസം എല്ലാം ഒരു റെക്റ്റാങ്കിളാണ്, ഏറ്റവും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു പിരമിഡും കൂടി ഒരു കോണ് ചെയ്യാം. പിരമിഡും കമ്പാരിറ്റീവ്ലി ഈസിയാണ്, കോണാണ് കുറച്ചുകൂടി വരയ്ക്കാൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്കൊരു ഒരൊറ്റൊരു കോണിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് പിരമിഡ് എന്തായാലും നാളെ ചെയ്യാം. നാളെ ഇത് ഇത്രയും കംപ്ലീറ്റ് ആണ്. ഞാൻ ഒരു പ്രോബ്ലം കൂടി എടുക്കട്ടെ. ഒരു പ്രോബ്ലം കൂടി, ഒരു കോണും കൂടി നമുക്ക് ചെയ്യാം. കോണ് ഡെവലപ്പ് ചെയ്യണത് ചോദിക്കുന്നു. കോണാണ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇത് ഇത്രയും കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ആ കോണ് ഒരെണ്ണം ചെയ്യാം. ഇത് കഴിഞ്ഞോ? ഞാനൊരു കോണിൻ്റെ ഒരു പ്രോബ്ലം ഇട്ടേ. ഇത് കഴിഞ്ഞോ? ആദിത്യലക്ഷ്മി കഴിഞ്ഞോ? ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലം ഞാൻ ഇടാം. ഞാനൊരു പ്രോബ്ലം അവിടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതോടെ ഒന്ന് നോക്കട്ടോ. നമുക്കൊരു കോണും കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാം. കാരണം അതിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിസത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ. കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഉറുമ്പ് മൂവ് ചെയ്യണതും അതുപോലെ തന്നെ കട്ടിംഗ് ലൈൻ പാസ് ചെയ്യണതും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ച് എന്ത് വരിക, ഒരു ടഫ് വരിക അത് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ കോണും പിരമിഡും വരയ്ക്കുമ്പോൾ നമുക്ക് ചുമ്മാ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഈസിയാണ്, പക്ഷേ ഒരു ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം അതിൻ്റെ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരെയെങ്കിലും നമുക്ക് ചെയ്യാം.
കോണായിരിക്കും ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ബാക്കിയുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത് തുടങ്ങാം. ഇത് ഞാൻ ആ ഇല്ല, വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ എഡ്ജ് ഇതിൻ്റെ ഈ കട്ടിങ് എഡ്ജ് വേറെ ആയിരിക്കും, ഈ ഷേപ്പ് ആയിരിക്കില്ല വരിക. മാറ്റ വേറെ രീതിയിലായിരിക്കും കിട്ടുകയാണെ. ഇതിനനുസരിച്ചിട്ട് ഇത് തിരിച്ചു വരച്ചാൽ കിട്ടുന്നത് ഇതായിരിക്കില്ല. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ഇതിനനുസരിച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ഇതിനെ താഴേക്ക് വരച്ചേ, ഈ സി ചിലപ്പോൾ താഴേക്കായിരിക്കും വരച്ചേ, അല്ലെങ്കിൽ എങ്ങനെയാ വരച്ചേ, ഈ പോയിന്റ് എങ്ങോട്ട്, കോർണർ എങ്ങോട്ടേക്കാ, താഴേക്കാണോ? ഈ കോർണർ താഴേക്കാണോ? താഴേക്ക്. അപ്പൊ എന്തായാലും ഈ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിലല്ല വരിക, ഈ പോയിന്റ് ഇവിടെ അല്ല വരിക, ഇല്ലേ? ഈ പോയിന്റ് മൊത്തത്തിൽ മാറും, ഈ എഡ്ജ് മൊത്തത്തിൽ മാറും. അപ്പോൾ ഡെവലപ്മെന്റ് വേറെ ഇതായിരിക്കും. അത് കുഴപ്പമില്ല. നമ്മൾ ഇതെങ്ങനെയാണോ വരച്ചേക്കണേ അതിനനുസരിച്ചിട്ടാണോ ഈ ഡെവലപ്മെന്റ് മാർക്ക് ചെയ്തേക്കണം, അത്രയാണോ നോക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ സൊല്യൂഷൻ വരയ്ക്കണം. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നേരെ താഴേക്ക് വരയ്ക്കാം. അപ്പം സൊല്യൂഷൻ മാറും, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത കോണും കൂടി ചെയ്തിട്ട് ഈ ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കട്ടെ. ഡെവലപ്മെന്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ് പ്രൊസീജിയർ. നമ്മൾ ഇപ്പോൾ ഈ ഐസോമെട്രിക് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും വരയ്ക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആദിത്യ മറ്റേ അനുശ്രീ ഇവർ കഴിഞ്ഞാർന്നോ? ആദ്യത്തെ പ്രോബ്ലം കഴിഞ്ഞാർന്നോ? കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞ? കഴിഞ്ഞു എന്നാണോ? ഓക്കെ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വെക്കുന്ന തന്നെ കോണും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഇതാണ് പ്രോബ്ലം, വളരെ ഈസിയാണ്. ഈ കോണ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കോണ് കണ്ടിട്ടുണ്ട്, ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ആയിരിക്കും. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY ലൈൻ വരച്ചു, ഇതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വരയ്ക്കുക. 35 mm ഡയമീറ്റർ സർക്കിളാണ്. അപ്പോൾ നിങ്ങളുടെ കോമ്പസിൽ ബുക്കിലുണ്ടല്ലോ ചില വെർട്ടിക്കലായിട്ട് ഇത് 2 പേജിൽ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമുക്ക് പാരലായിട്ട് വരയ്ക്കേണ്ടാത്ത പ്രോബ്ലമാണ്. എനിക്ക് അപ്പോൾ നിങ്ങൾ 35 എടുക്കുക. ഞാൻ ഇത് ഏകദേശം ഇതിനകത്ത് എൻ്റെ ഡയമെൻഷൻ കാണിക്കും. അപ്പോൾ ഞാൻ സ്കെയിൽ വെക്കാതെ തന്നെ എടുക്കുകയാണ്. എനിക്കത് 3.6 ആണ് മിനിമം വന്ന പോയിന്റ്. അപ്പോൾ ഞാൻ 3.5 വെച്ചിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഇത് ഡയമീറ്റർ ഉണ്ടല്ലോ, ഡയമീറ്റർ നിങ്ങളിത് റേഡിയസ് ഒന്നാക്കാമോ? ഇച്ചിരി വലിയ സർക്കിൾ വേണം. ഇത് റേഡിയസ് ആക്കി കേട്ടോ. ക്വസ്റ്റിനകത്ത് 100 ആണ്. അപ്പം നിങ്ങൾക്ക് 100 ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിലെത്തി കൊള്ളില്ല, ഇല്ലേ? അതൊന്ന് ഫിറ്റ് ആവാൻ വഴിയില്ല. 50 എടുത്ത് വരച്ചാൽ. ഇത് റേഡിയസ് 35 വരച്ചു കേട്ടോ. അതായത് ഡയമീറ്റർ ഡയ 70 ഡയ 70. ഇതൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം.
സർക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസ് ഇല്ല. കോണ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ, സോളിഡ്സിൽ എന്തിന് വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ഞാൻ എടുക്കുകയാണ്, 8 എടുക്കുകയാണ്. 12 ആക്കി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. സർക്കിൾ വരച്ചിട്ട് ഞാൻ 45 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. എത്രയാണ്? 40, 45. 45 നിങ്ങൾക്ക് 8 12 ആക്കി ഡിവൈഡ് ചെയ്യുക. 45. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ടോപ്പ് വ്യൂ, കാരണം കോൺ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കിളാണ് കാണുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇതിന് മുകളിലേക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ എടുത്തു, എൻഡിൻ്റെ പ്രൊജക്ഷൻ എടുത്തു. ഇതിൻ്റെ ആക്സിസ് ലൈൻ, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാ? 80 ആണ്. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് 8 എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് ഇങ്ങനെ എണ്ണിയാൽ മതി. നിങ്ങൾക്ക് 2 സ്കെയിൽ ഡയമെൻഷനിങ് ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും. ഇതിൻ്റെ ആക്സിസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക അല്ലേ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി തിക്കായിട്ട് വരയ്ക്കുക. അപ്പോൾ എനിക്ക് തിക്കാക്കാനുള്ള എല്ലാം തിക്കാക്കുക. തിക്കാക്കി വരച്ചേക്കുക. ബാക്കി ഈ യെല്ലോ ലൈൻസിൽ കാണുന്ന എല്ലാം തിൻ ലൈൻസ് ആണ്. അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഡിവിഷൻസ് ഇവിടെയും വേണം. ഇതിന് ഒരു നമ്പർ കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് എവിടെ നിന്നാണോ അൺറാപ്പ് ചെയ്യണേ, നമ്മൾ ലെഫ്റ്റ് എക്സ്ട്രീം എന്നല്ലേ നമ്മൾ തുറക്കണത്. അപ്പോൾ അതിന് 1 എന്ന് കൊടുത്തു. ഇത് 2. കാരണം നമ്മൾ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റിൽ നിന്നാണ് നമ്മൾ അഴിക്കണത്. അപ്പോൾ ആ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റിന് 1 കൊടുത്തു. 2 3 4 ABCD എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. 5 6 7 8. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരോ ലെറ്ററോ നമ്പറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇതിന് 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 8 12 ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 8 എങ്കിലും ചെയ്യുക. എന്നിട്ട് ഈ ഡിവിഷൻസ് മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ വരച്ചത് കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും ഒരൊറ്റ ലൈനിലായിരിക്കും. അപ്പോൾ ഇവിടെയും ഇത് പ്രൊജക്ടറാണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്സ് തമ്മിൽ ഒരു തിൻ ലൈൻസ് മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ സർക്കിളും കോണും എന്തായി? ഡിവൈഡ് ചെയ്തു. സർക്കിളും കോണും ഡിവൈഡ് ചെയ്തു. ഇത്രയും ചെയ്യാം. കോണ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാൻ ഈസിയാണ്. ഒരു കോൺ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അല്ലേ? കോണ് നമ്മൾ വെച്ചിട്ട് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സർക്കിൾ അല്ലേ, അതൊരു സർക്കിളായിട്ടാണ് കാണുക. അതിന് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് കാണുക അല്ലേ നമ്മുടെ കോൺ. അപ്പോൾ ഒരു കോൺ ഉള്ള ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട. അതിൻ്റെ സിമ്പിൾ പൊസിഷൻ ഒറ്റയടിക്കാൻ ഈ സോളിഡ്സിലും സെക്ഷൻ ഓഫ് സോളിഡ്സിലും
ഇതിലൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ വരച്ച് വയ്ക്കാനായിട്ട് ഈസിയാണ്. കാരണം ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ഉള്ളൂ. ഇനി ഇതാദ്യത്തെ പ്രോബ്ലം പോലെ തന്നെയാണ്. ഇവിടെ എഡ്ജസ് ഇല്ലായിരുന്നു. ഈ കോണിൻ്റെ സിലിണ്ടറിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് ഇല്ല. അപ്പോൾ ആ എഡ്ജസ് ഇല്ലാത്തതുകൊണ്ട് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ 8ആയിട്ടും 12ആയിട്ടും ഒന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പ്രൊട്ടാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് 8ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഡിവിഷൻ ഫ്രണ്ട് വ്യൂവിലും വേണമല്ലോ, ഈ ഡിവിഷൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിലും വേണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ടോപ്പ് വ്യൂവിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു, ആക്സിസ് ഇതും തമ്മിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്തായി, ഡിവൈഡ് ആയി. ഈ ഔട്ടർ ലൈൻസ് മാത്രം തിക്കാക്കുക. ഇതാണ് വിസിബിൾ എഡ്ജസ്. ഇതിനുള്ളിലുള്ളത് തിന്നാണ്. ഈ പ്രൊജക്ടർ ലൈൻസ് എല്ലാം തിന്നാണ്. അതിന് കാരണം there is no visible edges. നമ്മൾ വരച്ച ജനറേറ്റേഴ്സ് ആണ്, പ്രൊജക്ഷൻ ലൈൻസ് ആണ്. അപ്പോൾ ഈ യെല്ലോ ലൈൻസിലുള്ളത് നിങ്ങൾ വളരെ തിന്നായിട്ട് വരയ്ക്കണം. ഇത്രയും വരച്ചു എന്ന് വിചാരിക്കണം. ഇനി മറ്റേ പ്രോബ്ലം പോലെ തന്നെയാണ്. ഇത് ഇവിടെ ഒരു ബൈസെക്ട് ചെയ്യാണ്, കട്ടിംഗ് പ്ലെയിൻ ബൈസെക്ട് ചെയ്യാണ് സെക്ഷൻ പ്ലെയിൻ. അപ്പോൾ സെക്ഷൻ പ്ലെയിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ആ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കണം. നിങ്ങളോട് കഴിഞ്ഞ ചാൻസിൽ ചോദിച്ചത് ഒരു അണ്ട് മൂവ് ചെയ്യണ പാത്ത് ട്രേസ് ചെയ്യാനാണ് ചോദിച്ചത്. നമ്മൾ പാത്ത് ട്രേസ് ചെയ്യണ പ്രോബ്ലംസ് വരുമ്പോൾ ഡെവലപ്മെൻറ്റിലാണ് ആ പാത്ത് ആദ്യം വരയ്ക്കേണ്ടത്, എന്നിട്ട് തിരിച്ച് ഇതിലേക്ക് മാർക്ക് ചെയ്യണം. ഞാൻ പറയണത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പാത്ത് ട്രേസ് ചെയ്യണ പ്രോബ്ലംസ് ഇപ്പം നമ്മൾ കഴിഞ്ഞ പിരമിഡ് ഒപ്രിക്സോ എന്ത് സാധനത്തിനാണെങ്കിലും സാധാരണ 2 മൂവ് ചെയ്യുന്ന ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വോണ്ട് ചെയ്യുവാണ്. നമ്മൾ ഒരു എൻഡിൽ ഒരു സ്ട്രിങ് കെട്ടി എന്നിട്ട് ആ സോൾഡ് ബീക്കർ ചുറ്റി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രിങ് വോണ്ട് ചെയ്യണ പ്രോബ്ലംസ് അതിനകത്തൊക്കെ ആദ്യമേ ചെയ്യേണ്ടത് ഡെവലപ്മെൻ്റ് ആദ്യമേ വരയ്ക്കണം. എന്നിട്ട് അതിനകത്താണ് ഈ അണ്ടിൻ്റെ പാത്തും സ്ട്രിങ്ങിൻ്റെ പാത്തും ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. തിരിച്ചിതിലേക്ക് കൊണ്ടുവരണം. നമ്മളത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു സോൾഡ് പ്രോബ്ലം ഉണ്ട്. ഞാനത് ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് നോക്കാനായിട്ട് റെഫർ ചെയ്തിടാം, അതെങ്ങനെയാണ് ചെയ്തേക്കണേന്നുള്ളത്. സെക്ഷൻ പ്ലെയിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക, സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ സെക്ഷൻ പ്ലെയിൻ ആദ്യത്തെ പ്രോബ്ലം പോലെ തന്നെയാണ്. 30 ഡിഗ്രി HP ആണ്, ബൈസെക്ട് ആക്സിസ് ആണ്, ആക്സിസ് നാട്ടോ, ബൈസെക്ട് ആക്സിസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണ്, 80 ഹൈറ്റ് ഉണ്ടെങ്കിൽ എത്രയാണ്, 1 2 3 4 പ്രൊട്ടക്ടർ വയ്ക്കാനായിട്ട് ഒരു ചെറിയ ലൈൻ വരച്ചിടുക. ഹൈറ്റ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 4-ലല്ലേ. അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് അളക്കുക. സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് ഇത് വരച്ചിടുക. ദെൻ ഇവിടെ നമ്മൾ 30 ഡിഗ്രിയിൽ നമ്മുടെ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാം. 30 ഡിഗ്രിയിൽ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാം. അത് ഡോട്ടർ ലൈൻ ആണ്. എനിക്കിങ്ങനെ ഡോട്ടർ ലൈൻ ഇങ്ങനെ വെച്ച് വരയ്ക്കാൻ പാടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കുത്തിട്ടിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ ഡോട്ടർ ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. തിൻ ഡോട്ടർ ലൈൻ ആണ് സെക്ഷൻ പ്ലെയിൻ. ഇത് 30 ആണ്. 30 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് വേണത് വരയ്ക്കാം. അപ്പോൾ ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇത് 1 എന്നല്ലേ മാർക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂവിലെ 1 ആണ്, ഇത് 2, ഇത് 8 ആണ്. അപ്പോൾ ഇത് 2' ആണ്, ഇത് 8' ആണ്.
ഇത് 3 ഡാഷ് ആണ്, ഇത് 7 ഡാഷ് ആണ്. ഇവിടെ 3 ഡാഷ് ആണ്, 7 ഡാഷ് ആണ്. ഇത് 4 ഡാഷ് ആണ്, ഇത് 6 ഡാഷ് ആണ്, ഇത് 5 ഡാഷ് ആണ്. ഞാൻ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പോവാണ്. ഇത്രയും ചെയ്തിട്ടുണ്ടോ? ഇത്രയും വരച്ചിട്ടുണ്ടോ? അലീന, അശ്വതി, ഇത്രയും വരച്ചോ? ഇത്രയും കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഡെവലപ്മെൻറ്റ് പറയാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. പ്രിസം നോക്കിയ പ്രിസം കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ? കാരണം എഡ്ജസ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് വരയ്ക്കായിരുന്നു. ഇത് എന്താ വെച്ചാൽ ഇവിടെ ഇത്രയും ഇത് വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ വർക്ക് കൂടുതലാണ്. കാരണം ഡിവിഷനൊക്കെ ആയിട്ട് ടൈം എടുക്കും. നെറ്റ് കൊടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വരയ്ക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. വേറെ പണിയൊന്നുമില്ല. ഇവിടെ കാര്യം ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വരച്ചാൽ മതി, പക്ഷെ അതിനകത്ത് കുറേ പണി എടുക്കാനുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ നിൽക്കണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ കട്ടിംഗ് ലൈൻ മാർക്ക് ചെയ്യണം. ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോണാണ് കിട്ടുന്നത്. നമ്മൾ മറ്റേത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് കോൺ, ഡെവലപ്മെന്റ് ഓഫ് കോൺ ഈസ് എ സെക്ടർ. നമുക്ക് കിട്ടുന്ന ഒരു സെക്ടറാണ്. ഈ ആംഗിൾ ഓഫ് സെക്ടറാണ് തീറ്റ. ആംഗിൾ ഓഫ് സെക്ടർ തീറ്റ ഈക്വൽ ടു 360/L ആണ്. 360 R/L ആണ്. ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിൻ്റെ റേഡിയസ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായത് ട്രൂ ലെങ്ത് ഓഫ് ലാറ്ററൽ എഡ്ജ്. ഇതാണ് L. ഈ ഡിസ്റ്റൻസ് ആണ് L. ഇതിൻ്റെ റേഡിയസ് ആണ് R. അപ്പോൾ ഇനി വരയ്ക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക? വെറുതെ ചുമ്മാ ഒരു ലൈൻ വരയ്ക്കുക. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത്
L, which is equal to length L. ഇതിൻ്റെ സെൻറ്ററിനെ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഈ സെൻറ്ററിനെ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇത് O ഡാഷ് ആണ്. ഇവിടെ ഇത് O ഡാഷ് ആണ്. ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് L ആണ്. ഈ ലാറ്ററൽ ഇതിൻ്റെ ലെങ്ത് ആണ്. ഒരു ലൈൻ വരയ്ക്കുക. L ലെങ്ത് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലെങ്ത് നിങ്ങൾ കോമ്പസിൽ എടുക്കാമല്ലോ. ഇത് വരച്ചു കഴിഞ്ഞാലാണ് ഇത് കിട്ടുള്ളൂ. ഇത് ക്വസ്റ്റ്യനിൽ തരില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചാൽ നമുക്ക് ഈ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെങ്ത് കിട്ടും. ആ ലെങ്ത് എടുത്തിട്ട് വരയ്ക്കുക. ഇത് മറ്റേത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഈ അഖില വരയ്ക്കുന്നുണ്ടോ? അഖില സന്തോഷേ, അഖില. ഓക്കെ, അത് മറ്റേ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? ഈ ഫസ്റ്റ് ഫിഗർ കഴിഞ്ഞോ? ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യണം. ഈ കാൽക്കുലേഷന് മാർക്കുണ്ട്, അത് അവിടെ കാണിക്കണം. നമ്മൾ വെറുതെ ഒരു ആർക്ക് സെക്ടർ വരച്ചാൽ പോരാ. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചാലാണ് നമുക്ക് ഈ എല്ല് കിട്ടുള്ളൂ, ലെങ്ത് കിട്ടുള്ളൂ. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഒരു ലൈൻ വരയ്ക്കാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഓർക്കുന്നതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ആദ്യത്തെ ലൈൻ നിങ്ങളുടെ സ്പേസ് അനുസരിച്ചിട്ടാണ്. ഇങ്ങനെ വരയ്ക്കാം. നിങ്ങളുടെ സ്പേസ് ഇപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം. മനസ്സിലായോ? ഇത് അടുത്ത പേജിൽ വരയ്ക്കാം. നമുക്ക് ഇത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അടുത്ത പേജിൽ വരയ്ക്കാം. മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെ വരയ്ക്കാന്നുള്ളത് മനസ്സിലായല്ലോ? അങ്ങനെ സംശയമില്ലല്ലോ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് ഡിവൈഡ് ചെയ്തു. നമ്മളതിന് കട്ടിംഗ് പ്ലെയിൻ വരച്ച് സെക്ഷൻ കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. O ഡാഷ് ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ സെൻറ്റർ O ഡാഷ് വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലെങ്ത് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ ലാറ്ററൽ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത്. അത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ നാളെ പിരമിഡിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ പിരമിഡിൻ്റെ പ്രോബ്ലത്തിൽ എപ്പോഴും ഈ ലെങ്ത് ട്രൂ ലെങ്ത് ആയിരിക്കില്ല. അതാണ് ഈ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം. ഇതിനകത്ത് ചുമ്മാ എടുത്ത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരാ. ഈ ട്രൂ ലെങ്തിലേക്ക് വേണം, ഈ ഓരോന്നിൻ്റെയും ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയൊരു മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് തന്നെ കോൺ അല്ലെങ്കിൽ പിരമിഡ് ആയിരിക്കും ഡെവലപ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതൽ. കോൺ അല്ലെങ്കിൽ പിരമിഡാണ് നമുക്ക് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്പേസിനനുസരിച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഈ ലെങ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. എല്ലാം ആയിരിക്കണം എന്ന് മാത്രം. ഇങ്ങനെയോ ഇങ്ങോട്ടേക്കോ, ഇനി അതല്ല നിങ്ങൾ അടുത്ത പേജിൽ, ഈ പേജിൽ സ്ഥലമില്ലെങ്കിൽ അടുത്ത പേജിലോ, ഇനി അതല്ല ഇങ്ങോട്ടേക്ക് വരയ്ക്കണമെങ്കിൽ ഇങ്ങോട്ടേക്കോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം വരയ്ക്കാം. ലെങ്ത് എല്ലായിരിക്കണം, ട്രൂ ലെങ്ത് ആയിരിക്കണം. നിങ്ങളുടെ സ്പേസും സാധനവും അനുസരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എങ്ങനെ വേണമെങ്കിലും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാർക്ക് വരയ്ക്കുക. നമ്മൾ ഇതിനെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ആവാത്തവരുണ്ടോ? ഇത് കംപ്ലീറ്റ് ആവാത്തവരുണ്ടോ? ഞാൻ ഇതിന് ഡെവലപ്മെന്റ് പറയട്ടെ. ഓക്കെ, ഈ ലെങ്ത് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക.
ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വരച്ച് വെച്ചേക്കണത് ഷാർപ്പായിട്ട് തന്നെ ഒരു ആർക്ക് അങ്ങ് വരച്ചിട്ടേക്കാം. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു തീറ്റ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ ആർ എത്രയാണ് 35. അത് മാറിപ്പോകാതിരിക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയാന്നായിരിക്കും തരിക. ഒരുവിധം ക്വസ്റ്റ്യൻസിലെല്ലാം ഡയമീറ്റർ ആണ് തരിക. അതിൻ്റെ ബേസിൻ്റെ റേഡിയസ് ആണ് ഈ സാധനം. എന്താണ് റേഡിയസ് ഓഫ് ബേസ് ഓഫ് കോണാണ്. ആ ബേസിൻ്റെ റേഡിയസ് ആണ്. ഈ എല് ട്രൂ ലെങ്ത് ഓഫ് ലാറ്ററൽ എഡ്ജ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു തീറ്റ കിട്ടും. ആ തീറ്റ ഫോർ എക്സാമ്പിൾ ഇതിന് എത്ര കിട്ടണേ ഒന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? ഞാൻ ക്വസ്റ്റ്യൻ വലുതായതുകൊണ്ട് ടെക്സ്റ്റിൽ അതേ ആൻസർ അല്ല, ഇതിന് ചെറുതാക്കിയിട്ടുണ്ട്. R/L എന്ന് പറയുമ്പോൾ 35 ഈ എൽ എത്ര കിട്ടിയേ? എല്ലാവർക്കെങ്കിലും കിട്ടിയോ? എല് 8.6 അല്ലേ? അപ്പോൾ 86 എല്ലാവർക്കും അതാണ് കിട്ടിയേ. ഞാൻ എന്നു വെച്ചാൽ ക്വസ്റ്റ്യൻ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇൻറ്റു 365. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ വരുന്നത് 148 അല്ലേ? അത്രയും വലിയ ആംഗിൾ ഇതാണോ നോക്കി അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതാണ് തന്നെ. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബേസ് ആദ്യമേ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്പേസിനനുസരിച്ചിട്ട് ആദ്യം ആംഗിളോടെ കണ്ടുപിടിച്ച് നോക്കുക. ആംഗിളോടെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ ആദ്യത്തെ ലൈൻ വരയ്ക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ 146 എടുക്കുമ്പോൾ എൻ്റെ ഇത് ഇപ്പുറത്തേക്ക് പോകില്ലേ, എഴുത്തിൻ്റെ മുകളിലൊക്കെ കയറി പോകില്ലേ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എല്ല് കണ്ടുപിടിക്കുക. ഇത്രയും വരച്ചിട്ട് എല്ല് കണ്ടുപിടിക്കുക, എല്ല് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ആദ്യത്തെ ലൈൻ വരയ്ക്കുക നിങ്ങളുടെ സ്പേസ് നോക്കിയിട്ട്. ഈ പേജിൽ തികയില്ലെങ്കിൽ ഒരു പുതിയ പേജ് എടുത്തിട്ട് അവിടെ വരയ്ക്കുക. ഇപ്പോൾ അത് എനിക്കിപ്പോൾ ഇവിടെ വേണ്ട ഇത് വെച്ച് നോക്കിയപ്പോൾ 146 കിട്ടുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ ഇത്? എനിക്കിത് ഇപ്പോൾ ഇത് ഇവിടെ വരയ്ക്കാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരും. അപ്പോൾ 145 146 എടുത്തിട്ട് ഇത് ആർക്കിൽ പോയി കട്ട് ചെയ്തോളൂ കേട്ടോ. ഇതിങ്ങനെ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ആർക്കിൽ പോയിട്ട് ശരിക്കും ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ സംഗതി. അപ്പോൾ ഇത്രയും വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തു. 146 ആണ്. പോയിന്റ് എത്രയാണ്? 35 ഡിവൈഡഡ് അല്ലെങ്കിൽ 3.5 ഡിവൈഡഡ് ബൈ 8.6. ഇത് 8.6 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അതിനെന്ത് മാറ്റില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 148 ആണ് കിട്ടിയേക്കണേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇത് നമ്മുടെ സ്പേസിനനുസരിച്ച് ഈ സാധനം എടുത്തു. കോമ്പസ് ലെങ്തിൽ ഈ ലെങ്ത് എല്ലെടുത്തു, ഒരു ലൈൻ വരച്ചു, ഒരു ആർക്ക് വരച്ചിടുക. ദെൻ ഈ ഓഡാഷിൽ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 146 മാർക്ക് ചെയ്തു. 146 മാർക്ക് ചെയ്തു. നമ്മുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ശരിക്കും 146 148 എത്രയാണോ നിങ്ങളുടെ കറക്റ്റ് ആൻസർ തന്നെ നിങ്ങൾ ചെയ്തത് യൂസ് ചെയ്യട്ടോ. ചിലപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ചില കുറച്ച് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ പലരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മാറിപ്പോകും. അപ്പോൾ എല്ലിന് വ്യത്യാസം ഉണ്ടാവും.
എല്ലാവരുടെയും എല്ലിന് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ, ഒരുപാട് വ്യത്യാസം ഉണ്ടാവരുത്. അപ്പോൾ ഈ ആംഗിള് ഏകദേശം 147 ആയിരിക്കും കിട്ടിയേക്കണേന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ 146.5 സംതിങ് ആയിരിക്കും കിട്ടിയേക്കണമെന്ന് വിചാരിക്കണം. ഇനി എന്താ ചെയ്യണത്? ഇനി ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ. അപ്പോൾ നമ്മൾ അൺറാപ്പ് ചെയ്യണത് 1 എന്നാണ്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. നമ്മൾ എക്സ്ട്രീം ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്നാണ് നമ്മൾ അൺറാപ്പ് ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്ന് അൺറാപ്പ് ചെയ്യുമ്പോൾ 1 എന്നാണ് നമ്മൾ ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റിന് ലെറ്റർ വെച്ചാൽ കൊടുക്കണമെങ്കിൽ എ കൊടുക്കുക, നമ്പർ വെച്ചാൽ കൊടുക്കണമെങ്കിൽ 1 കൊടുക്കുക, ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റിൽ. കാരണം നമ്മൾ ലെഫ്റ്റ് എക്സ്ട്രീം അവിടെ നിന്നാണ് അൺറാപ്പ് ചെയ്യണത്. അപ്പോൾ ഇതാണ് അതിനെ നിവർത്തി വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ എഡ്ജസ് ഒന്നുമില്ല. അപ്പോൾ എഡ്ജസിന് പകരം നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയും 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണേ? 146നെ ഏകദേശം 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആംഗിൾ വരും നോക്കുക. ഈ 146നെ ഏകദേശം 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 146 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കണ ആംഗിൾ കേട്ടോ, ചെറിയ നിങ്ങൾ വരച്ചതിനനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം വരാൻ വഴിയുണ്ട്. ആ എല്ലിനകത്ത് വ്യത്യാസം വന്നാൽ അപ്പോൾ ഏകദേശം ഒരു 18 ഡിഗ്രി വെച്ചിട്ട് വരും അത്. അപ്പോൾ നിങ്ങൾ ഒരു 18 ഡിഗ്രി വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. 18 19 എത്രയാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണ് കിട്ടണേ. അല്ല, അതാണ് പ്രശ്നം. ഡെവലപ്മെന്റിൽ ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം ഇവിടെ ട്രൂ ലെങ്തിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കണേ. ഇതെന്താ? ഇത് ബേസിന്റെ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ, ഇത് ഇതിന്റെ പെരിമീറ്റർ അല്ല. അതാണ് പ്രശ്നം. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഈക്വൽ ഇതെടുത്തിട്ട് ഈ ഡിവിഷൻ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഡിവിഷൻ ആവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അത് കിട്ടില്ല. അത് കാരണം വെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ സെക്ടറാണിത്, അപ്പം അതിന് വ്യത്യാസം ഉണ്ടാവും. അതിന് ഇവിടെ പെരിമീറ്റർ വെച്ചിട്ട് ഡിവിഷൻ നടക്കില്ല ഈ കോണിന്. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് മാർക്ക് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ട്രയലാൻഗുലർ രീതിയിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി സെക്ടറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പെരിമീറ്റർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിന് പകരം ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻക്ലൂഡർ ആംഗിൾ എത്രയാണോ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് 8 ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തേക്കണേ. ആ 8 ഡിവിഷൻ തന്നെ ഇവിടെയും വരണം. അലീനയാണോ ചോദിച്ചേ? ഡൗട്ട് ചോദിച്ചേ? ഓക്കെ. അത് ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ കിട്ടില്ല ഈ സാധനം. ഇതേ ഡയമെൻഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യണത് ഇതാണ്. ഈ ഇൻക്ലൂഡഡ് ആംഗിളിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏറ്റവും എളുപ്പം അതാണെന്ന് എനിക്ക് തോന്നണം. ചുമ്മാ കോമ്പസ് വെച്ചിട്ടാണ് ശരിക്കും ചെയ്യേണ്ടതില്ല, റാൻഡായിട്ട് നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഏറ്റവും എളുപ്പം ഒരു ഷോർട്ട് കട്ട് 146 എത്രയാണോ ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടിയേക്കണേ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 18 ഡിഗ്രി ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എത്രയാണ് ഫസ്റ്റ് ഡിവിഷൻ. അങ്ങനെ ഇനി ഇതെടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ശരിയാവാൻ വഴിയുണ്ട്. പക്ഷേ ഈ 18 പോയിന്റ് എക്സാക്ട്ലി കറക്റ്റ് ആയിരിക്കില്ല. കാരണം നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് സംതിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോമ്പസിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താ ചെയ്യണത്? ഒരു ഡിവിഷൻ കഴിഞ്ഞിട്ട് കോമ്പസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഈക്വൽ ഡിവിഷൻ കിട്ടുക എന്നുള്ളൂ. ഇവിടെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, ഈക്വൽ ഡിവിഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശ അളവ് കിട്ടും. ഈ ഏകദേശ അളവ് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ 8 ചിലത് കൂടുതലായിരിക്കാം. അപ്പോൾ കൂടുതലുള്ളവർക്ക് പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഈക്വൽ ഡിവിഷൻ ആക്കുക. ഒന്നല്ലെങ്കിൽ ഈ കോമ്പസിൽ തന്നെ 18, 18, 36 അങ്ങനെ. ഇപ്പോൾ 18 അല്ല കിട്ടണത്, അതാണ് കുഴപ്പമായിട്ടത്. എക്സാക്ട്ലി 18 അല്ല, അത് ഏതാണ്ട് 18.25 സംതിങ് ആയിട്ടാണ് കിട്ടുന്നത് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഇച്ചിരി കൂടുതലായി പോകാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ അത് ചെറിയ വ്യത്യാസമാണെങ്കിൽ അതങ്ങ് കളഞ്ഞേരെ.
അല്ല ഭയങ്കര വലിയ വ്യത്യാസത്തിലാണ് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കോമ്പസർ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ 18 വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രൊട്ടക്ടർ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്തു. കൂടിപ്പോയാ എവിടെയോ കൂടിപ്പോകുന്നില്ല. 1 2 3 4 5 6 ലാസ്റ്റത് ഏകദേശം കറക്റ്റ്. ലാസ്റ്റത്തെ ഇത്ര കുറഞ്ഞു പോയി അല്ലേ. 1 അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ 18 ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ 18.25 കിട്ടണേ. അപ്പോൾ ഇവിടെ എടുത്തതിന്റെ ആ ഒരു ചെറിയ എറർ വരും. അപ്പൊ എന്താ എന്ന് പറഞ്ഞാൽ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെ ഇപ്പോൾ കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ഇവിടെ കുറഞ്ഞു പോയല്ലേ ഇതേ. അപ്പോൾ ഇവിടെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുക, ഇത്തിരി ഇങ്ങോട്ടേക്ക് ആക്കുക. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്കാവും. എല്ലാം ബാക്ക് അടിക്കുക, കുറച്ച് പൊടിക്ക് ബാക്ക് അടിക്കുക. അപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ ഇത് ഈക്വലാവും. ഇവിടെ വല്ലാണ്ട് കുറഞ്ഞാൽ പോയേക്കണമെങ്കിൽ. ഇത് വല്ലാതെ കൂടിയ കിടക്കണമെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് കൂട്ടി കൊടുക്കുക, കുറച്ച് ഇൻക്രീസ് ചെയ്ത് കട്ട് ചെയ്യുക. ഇതിന് വലിയ വ്യത്യാസമൊന്നും നിങ്ങളുടെ നോട്ടത്തിൽ ഇപ്പം ഇതിനകത്ത് ലാസ്റ്റത്തേന് അറിയാൻ പറ്റും അല്ലെ. ഇത് വരച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ ഇച്ചിരി കുറവാണുള്ളത്. അപ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. അത് നമുക്ക് ആ കറക്റ്റ് പ്രോപ്പർ ഡിവിഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള സംഖ്യ ഒരു ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി കുറച്ച് കട്ട് ചെയ്താൽ മതി. എന്തായാലും ഡിവിഷൻ മനസ്സിലായല്ലോ, എങ്ങനെ ഡിവിഷൻ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഈ ഡെവലപ്മെന്റ് വരെ ചെയ്തിട്ടുണ്ടോ? ഡെവലപ്മെന്റ് വരെ കംപ്ലീറ്റ് ആയോ എല്ലാവരും? മറ്റേ ഓക്കെ, ഇത് നമ്മൾ തിന്നായിട്ട് തന്നെ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക. ഈ തിക്നെസ്, ഈ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടത് ഇപ്പോൾ ഇവിടെ നോട്ടത്തിൽ തന്നെ അറിയാം ഇത് വ്യത്യാസം ഉണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വരയ്ക്കുക. ഇതിൻ്റെ വളരെ ലേശം കുറച്ചാൽ മതി, കാരണം ഇത് കർവായത് കാരണം ചെറിയ ചേഞ്ച് വലുതാക്കി കളിക്കും. അപ്പോൾ വളരെ പൊടിക്ക് മാറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് തിന്നായിട്ട് വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബാക്കിലേക്ക് കുറച്ചാവുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടി കിട്ടും, ഏകദേശം ഈക്വലാവും. ഇത് ഡിവിഷൻ ക്ലിയർ ആയോ? എബിൻ സാബ് ഉണ്ടോ? എബിനെ ക്ലിയർ ആയോ? എബിൻ വരയ്ക്കുകയാണോ? അഭിരാമി ഇത് ക്ലിയർ ആയോ? ഇത്രയും ഡെവലപ്മെന്റ് വരെ ആയോ? ഓക്കെ ഓക്കെ. അനുശ്രീക്ക് എങ്ങനെയാണ്? അനുശ്രീ ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് ഇതിനകത്ത് ഡെവലപ്മെന്റ് കോൺ പ്രോബ്ലം ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടാം, പഠിക്കേണ്ട പ്രോബ്ലം. അപ്പോൾ ഈ കോണും പിരമിഡും ഒന്ന് മസ്റ്റായിട്ടും പഠിച്ചിട്ട് വെക്കുക, കാരണം അതായിരിക്കും ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ കോണ് വളരെ സിമ്പിളാണ് വരയ്ക്കാൻ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടില്ല, ഇത്രയും പണി കൂടുതലുണ്ട്, ഭയങ്കര വർക്കാണ് ഇതിനകത്ത്. പിരമിഡ് പക്ഷേ ഇതിൽ ഈസിയാണ്. ഇനിയുണ്ട് ഇതിനകത്ത് പണി. ഇനി ഈ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ പേര് കൊടുക്കുക. 2 3 4 5 6 7 8 1. അല്ല, എനിക്ക് ഡിവിഷൻ മനസ്സിലായാലേ? ഓക്കെ.
ഓക്കെ. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം പഴയ പോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ ഇവിടെയാണ് അടുത്ത പണി തന്നെ. നിങ്ങൾക്ക് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് മാറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയൊരു 3-4 മാർക്കാണ് അതിനകത്ത് കുറയ്ക്കുള്ളൂ. കാരണം ട്രൂ ലെങ്തിലേക്ക് മാറ്റണം എന്നാണ് പറയണം. ഇതിനകത്ത് ആകെപ്പാട് 2 ട്രൂ ലെങ്ത് ഉള്ളൂ. ഈ ഔട്ടർ എഡ്ജ് മാത്രമാണ് ട്രൂ ലെങ്ത് ഉള്ളൂ. ഇതിനുള്ളിലുള്ളത് ട്രൂ ലെങ്ത് അല്ല. അതിന് കാരണം ഇത് ഏതാണ്? 2O' ആണ്. 2O' നോക്കിക്കേ, 2O' ചെരിഞ്ഞായിരിക്കണം. ഈ XY ലൈന് പാരലായിട്ട് ഏതെങ്കിലും എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജ് മാത്രമാണ്, അതായത് 5O' 1O' അത് മാത്രമാണ് ട്രൂ ലെങ്ത്. അത് ലൈനിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കണേ ഇതാണ്. ഒരു ലൈൻ ഏതെങ്കിലും പ്ലെയിന് പാരലൽ ആണെങ്കിൽ ആ പാരലൽ ആയിട്ടുള്ള പ്ലെയിനിലാണെങ്കിൽ ട്രൂ ലെങ്ത് തന്നെ. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ ഒരു ലൈൻ പാരലൽ ആണെന്ന് പറഞ്ഞാൽ അത് പാരലൽ ടു VP എന്നാണ്. അതായത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്തിലായിരിക്കും. നമ്മൾ ലൈൻ റിവേഴ്സ് ചെയ്യാനുള്ള ടൈം കിട്ടുവാണെങ്കിൽ അതൊക്കെ നോക്കാം. തൽക്കാലം ഇങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. ഈ പിരമിഡ് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ എത്ര എഡ്ജ് ഉണ്ട്? 5 1 ഉണ്ട്. ഇതെല്ലാം എഡ്ജാണല്ലോ. എഡ്ജ് ഇല്ലാത്ത കാരണം നമ്മൾ ഉണ്ടാക്കിയ എഡ്ജാണല്ലോ. ആക്ച്വലി ഇവിടെ എഡ്ജ് ഇല്ലായിരുന്നു, നമ്മൾ ഉണ്ടാക്കിയ എഡ്ജാണ്. അപ്പോൾ 5O' ഒരു എഡ്ജാണ്, 6O ഒരു എഡ്ജാണ്, 2O ഒരു എഡ്ജാണ്, 7O ഒരു എഡ്ജാണ്, 8O എഡ്ജാണ്, 1O എഡ്ജാണ്, 2O എഡ്ജാണ്, 3O എഡ്ജാണ്. ഇതിനകത്ത് XY ലൈന് പാരലൽ ആയിട്ടുള്ള എഡ്ജ് 5O'യും 1O'യും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുക. 5O'യുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ 5'O' ആണ്. 1O'യുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ 1'O' ആണ്. ഈ 2 ഔട്ടർ ലൈൻസ് മാത്രമാണ് ട്രൂ ലെങ്തിലുള്ളൂ. നമ്മൾ പിരമിഡ് വരയ്ക്കുമ്പോൾ, ഈ കോണല്ലാതെ വേറെ പിരമിഡ് വരയ്ക്കുമ്പോൾ അവർ തന്നെ പ്രോബ്ലത്തിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ട്രൂ ലെങ്ത് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിരമിഡും കൂടി ഒന്ന് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ പിരമിഡിൽ ആ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ച പണി കഴിഞ്ഞു, എളുപ്പമാണ്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല, ഈ ഡിവിഷനൊക്കെ ചെയ്യണം. എന്നിട്ട് ഇപ്പം നമുക്ക് ട്രൂ ലെങ്ത് ഏതിലാണെന്ന് മനസ്സിലായി. ട്രൂ ലെങ്ത് ഔട്ടറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ട്രൂ ലെങ്ത് മാത്രം എടുക്കുക. ട്രൂ ലെങ്തിലുള്ള സാധനം മാത്രം ആദ്യം എടുത്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതങ്ങ് ചെയ്തേക്കുക. ഈ കട്ട് ചെയ്യണ പോയിന്റിന് വേറെ എന്തെങ്കിലും പേര് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. ഇത് O'5നെയാണ് കട്ട് ചെയ്യണേ അല്ലേ? അതെവിടെയാ? ഇതാ ഇവിടെയാണ്. O5 ഇത് ഇവിടെയാണ്. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് കോമ്പസിൽ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇത് ഈ O5 എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് O5നെ മാത്രമാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. O5നെ മാത്രമാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ എടുത്തേ? ഇപ്പോൾ ഞാൻ ഇതിനൊരു പേര് കൊടുക്കാം. ഇതിന് ഒരു സ്മോൾ ലെറ്റർ A, ഇതിനൊരു സ്മോൾ ലെറ്റർ B, ചുമ്മാ കൊടുത്തു മാത്രമല്ല കേട്ടോ. ഈ നടുക്കത്തേനെ കട്ടിംഗ് പ്ലെയിൻ പോണേനെ സ്മോൾ ലെറ്റർ C, ഈ കട്ടിംഗ് പ്ലെയിൻ പോണേനെ D, ഈ കട്ടിംഗ് പ്ലെയിൻ പോണേനെ E. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഇതിനകത്ത് ഇച്ചിരി തിയറി ഉള്ളത്. ട്രൂ ലെങ്ത് ഈ ഔട്ടറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ട്രൂ ലെങ്തിലാണ് ചെയ്യേണ്ടത്. ഡെവലപ്മെൻറ്റിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രൂ ലെങ്തിലാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത് ഈ O''യും അതുപോലെ തന്നെ ഈ ലാസ്റ്റ് പോയിന്റ് O''യുമാണ്. അത് O''E എവിടെയാണ് കട്ട് ചെയ്യണേ? O'1നെയാണ്, ഈ ഔട്ടറിലാണ്. അപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് ആ ഡിസ്റ്റൻസ് നമ്മൾ അവിടെ നിന്ന് മെഷർ ചെയ്യല്ലോ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എടുത്തു. ഇപ്പുറത്തെ സൈഡിൽ 2 1 ഉണ്ടല്ലോ, 1ൽ അഴിച്ചുകൊണ്ട് 2 1 ഉണ്ട്.
ഇപ്പോൾ ഈ ഡിസ്റ്റൻസുകൾ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. O'1നെ നമ്മൾ കട്ട് ചെയ്ത പോയിന്റ് ഇ ആണ്. അപ്പോൾ OE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എടുക്കാം. ഇത് രണ്ടും OE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അടുത്ത ട്രൂ ലെങ്ത് O'5ലാണ്, O'5'ലാണ്, അതായത് O5 നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ O'A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 3 ട്രൂ ലെങ്തിലുള്ള സാധനങ്ങളാണ് ഇപ്പം മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഈ സാധനം എടുത്തിട്ട് ഇതിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ കട്ട് ചെയ്താൽ കിട്ടുന്ന സാധനം എന്താണ്? ഈ O' നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ പോണ ഡിസ്റ്റൻസ് മുഴുവൻ എടുത്തിട്ട് ഈ കറസ്പോണ്ടിങ്, ഇപ്പം നോക്കിയേ, ഇത് 4-1 അല്ലേ, അല്ല 4-6. അപ്പോൾ O4 O6 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്, അവിടെ കട്ട് ചെയ്യണ B ആണ്. O'B എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്താൽ തെറ്റാണ്, കാരണം അത് ട്രൂ ലെങ്ത് അല്ല. സപ്പോസ് നിങ്ങൾക്ക് സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അതെങ്കിലും ചെയ്തു വെക്കണം കേട്ടോ. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഇത് കിട്ടണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? നേരെ പാരലായിട്ട് ഏതെങ്കിലും ട്രൂ ലെങ്തിലേക്ക് വരയ്ക്കണം. ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ. ഇതാണ് ആ പോയിന്റിലെ ട്രൂ ലെങ്ത്. ഈ B1 നമ്മൾ ഇനി O'1' O'4' അവിടെ കട്ട് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OB1 ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂ ലെങ്തിലല്ല, ഈ എഡ്ജ് ഒന്നും. ആ O6ഉം O4ഉം ട്രൂ ലെങ്തിലല്ല. കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നേരെ എടുത്താൽ ഡെവലപ്മെന്റിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്തിലായിരിക്കാം. അപ്പോൾ ഈ ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സീക്രട്ടാണിത്. ഈ കട്ട് ചെയ്യണ പോയിന്റ് എവിടെയാണോ അവിടെ നിന്ന് പാരലായിട്ട് തൊട്ടടുത്ത ട്രൂ ലെങ്ത് ഇങ്ങോട്ട് വരയ്ക്കാം, ഇതിലേക്കും വരയ്ക്കാം, ഇഷ്ടമുള്ളിടത്തേക്ക് വരയ്ക്കാം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങോട്ടേക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വരച്ചാൽ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഫുള്ള് ക്ലസ്റ്റർ ആയി പോകും. അപ്പോൾ ഇവിടെ നിന്ന് പാരലായിട്ട് ഈ ട്രൂ ലെങ്തിലേക്ക്, ഇത് ട്രൂ ലെങ്ത് ആണല്ലോ, O'1 ട്രൂ ലെങ്ത് ആണല്ലോ, അതിലേക്ക് മാർക്ക് ചെയ്തു. അതാണ് B1. അപ്പോൾ ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? O6ഉം O4ഉം കട്ട് ചെയ്യേണ്ടത്. ഇച്ചിരി പാടാണ് ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ ഇത് മാലി ചെയ്യുമ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ നോക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസ് എടുത്ത് തന്നെ കുത്തി നോക്കും നിങ്ങളുടെ ഫിഗറിൽ. ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഈ B ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ മനസ്സിലാവും ഇവിടെ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാല്യൂ ചെയ്യുമ്പോൾ എളുപ്പമാവും, കാരണം അതിൻ്റെ ഒരു മാർക്കം കുറച്ചാൽ മതി. അപ്പോൾ അതിനൊരു 4-5 മാർക്ക് വരെ കുറയ്ക്കും കേട്ടോ. കാരണം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്, ട്രൂ ലെങ്തിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20-ൽ അത് തന്നെ ഒരു 5 മാർക്കോളം അങ്ങ് പോകും. ബാക്കി ഓവറോൾ നീറ്റ്നെസ്സും ഒക്കെ കുറച്ച് കഴിഞ്ഞാലുള്ള മാർക്ക്, മീൻസ് ഡയമെൻഷനിങ് ഒക്കെ കുറവാണ്, അങ്ങനെയൊക്കെ ആയിട്ട് 13 മാർക്കിലേക്കൊക്കെ താഴും. പക്ഷേ ഇത് ചെയ്താൽ എന്താണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും, നമുക്കൊരു 10-18 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, കോൺ ചെയ്യുമ്പോൾ കോണിൻ്റെ കേസിനകത്ത് എപ്പോഴും ഈ ഔട്ടറിൽ മാത്രമാണ് ട്രൂ ലെങ്ത്, അത് ഓർത്ത് വയ്ക്കുക. അതങ്ങനെ തന്നെയാണ് വരുള്ളൂ, മാറില്ല. ഈ ഇടയ്ക്കുള്ള ഡിവിഷൻ ട്രൂ ലെങ്തിലായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യണ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യും? തൊട്ടടുത്ത ട്രൂ ലെങ്തിലേക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കും. അപ്പോൾ ബിയുടെ ട്രൂ ലെങ്ത് B1 ആണ്. അതുപോലെ തന്നെ ഈ സിയുടെ ട്രൂ ലെങ്ത് C1 ആണ്. ഡിയുടെ ട്രൂ ലെങ്ത് D1 ആണ്. എങ്ങോട്ടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഇങ്ങോട്ടേക്ക് മാറ്റാം, ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഇത് C1 എടുത്തിട്ടാണ് നമ്മൾ ഏത് വരയ്ക്കേണ്ടത്? O3ലും O7ലും കട്ട് ചെയ്യണ പോയിന്റ് വരയ്ക്കേണ്ടത്. ഈ D1 എടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡി ഏതിൻ്റെയാണ്? O8ഉം O2ഉം കട്ട് ചെയ്യേണ്ടത്. പുകമറയായോ? അടുത്തത് ഇതേതായിരുന്നു? സോറി, ഇത് നമ്മളിപ്പോൾ എടുത്ത B അല്ലേ? അപ്പോൾ 4ലും 6ലും അല്ലേ?
ഇതല്ല കേട്ടോ, 6-ലും അല്ലേ, ഇതല്ലേ B1ന്റെ ഡിസ്റ്റൻസ് ആണ് എടുത്തേക്കണേ. അപ്പോൾ B എന്ന് പറയുന്നത് എവിടെയാണ്? O6-ലും O4-ലുമാണ്. അപ്പോൾ 6ഉം 4ഉം എന്ത് ചെയ്യും? ഇതാണ് 6ഉം 4ഉം. ഓക്കെ, സിക്സ് 4. ഞാൻ ഇതിൻ്റെ പോയിന്റ്സ് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇത് എയില് ഇയില് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ഡിസ്റ്റൻസ് ഏതാണ്? B1 ആണ്. B അല്ല, B1 ആണ്. O4, ഈ O4ഉം കട്ട് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് ഏതാണ്? B1 എടുത്തിട്ടാണ്. O7നെയും O3നെയും കട്ട് ചെയ്യേണ്ടത് C1 വശത്താണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യേണ്ടത് C1 എന്നുള്ള ഡിസ്റ്റൻസ് കട്ട് ചെയ്യുക. O3നെയും O7നെയും. D1 ഏതിലാണ് എടുക്കണ്ടേ? O8ഉം O2ഉം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് D1 ഡിസ്റ്റൻസ് എടുത്തിട്ടാണ്. എന്നിട്ട് ആ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. അതൊരു കർവായിരിക്കും. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ലൈൻ വരയ്ക്കരുത്. അത് നമ്മൾ സ്മൂത്ത് കർവായിരിക്കും. കാരണം ഇത് സിലിണ്ടറിക്കൽ അല്ലേ, എഡ്ജ് അല്ലല്ലോ. പുകമറയാണോ? എന്താണ് അവസ്ഥ? എടുക്കണം, മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയേക്കുവാണ്. സംഗതി ഇവിടെ വെച്ച് നിർത്തിയേക്കുവാണ്. ഇനി കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യണ പോയിന്റ്സ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലാണ് നമുക്ക് ആ സെക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഇതിലേക്ക് മാറ്റണമെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഫുൾ ട്രൂ ലെങ്തിലായിരിക്കണം. ഇവിടെ ആകെപ്പാടെ 2 ട്രൂ ലെങ്തേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ടർ എഡ്ജസ് മാത്രമാണ് ട്രൂ ലെങ്ത്. അപ്പോൾ ഔട്ടർ എഡ്ജസിൽ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യണ പോയിന്റ് എ, ഈ ഔട്ടർ എഡ്ജിനെ കട്ട് ചെയ്യണ പോയിന്റ് ഇ. അപ്പോൾ നമുക്ക് O5 O1 ഡയറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതങ്ങ് എടുക്കാം. ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഈ OA എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു. കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത ഇതാണല്ലോ മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ OA എന്നുള്ള ഡിസ്റ്റൻസിലാണ് O5നെ കട്ട് ചെയ്യണം. OA എന്നുള്ള ഡിസ്റ്റൻസിലാണ് O5നെ കട്ട് ചെയ്യണം. അതിനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക. ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോയി വെച്ചു. നമ്മുടെ O5 എവിടെയാണ്? ഇതായിട്ട് ഇത് മാർക്ക് ചെയ്തു. A മാർക്ക് ചെയ്യണം. ഇനി അടുത്തത് ഔട്ടർ എഡ്ജ് OE ആണ്. ഈ OE എന്ന് പറയുന്നത് കട്ട് ചെയ്യണത് O1 എന്ന് പറഞ്ഞ എഡ്ജിനെയാണ്. കണ്ടോ? O1, O'1' അതിനെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും ഡയറക്റ്റ് എടുക്കാം. ഇതും നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് മെഷർ ചെയ്യും. കട്ടിംഗ് പ്ലെയിൻ പോണ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് മെഷർ ചെയ്യും. ഇത് നമ്മുടെ ഡെവലപ്മെന്റിൽ കൊണ്ടുപോയി വെച്ചു. കോമ്പസ് O1നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പസ് ഇതാണ്. ഞാൻ ആദ്യം എടുത്തതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ തന്നെ. ആ O1നെ കട്ട് ചെയ്യണ പോയിന്റ് ഈ ഇവിടെ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇനിയുണ്ട്, ഇവിടെ ഒരു O1 ഉണ്ട് അല്ലേ. അപ്പോൾ അതേ ഡിസ്റ്റൻസ് എടുത്തിട്ട് എവിടെ കട്ട് ചെയ്തു? OE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ O1നെ കട്ട് ചെയ്തു. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഡൗട്ട്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ നേരെ എടുക്കണുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ പ്രസന്റ് ചെയ്ത പോലെ തന്നെ കട്ടിംഗ് പോയിന്റ് പാസ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ കുത്തിയങ്ങ് എടുത്തു. മറ്റേതാണെങ്കിൽ പ്രസ്സാണെങ്കിൽ നേരെ വരച്ചെടുത്താൽ മതി. ഈ പിരമിഡിലും കോണിലും നേരെ വരച്ചെടുക്കുന്ന പരിപാടി നടക്കൂല. നമ്മൾ കോമ്പസിൽ കുത്തിയിട്ട് വേണം മാറ്റാൻ.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റിയത് ഈ ഔട്ടർ ട്രൂ ലെങ്തിലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലൈൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഒരു നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയാം. ഈ O ഡാഷ് 5 ഡാഷ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് O5. O ഡാഷ് 1 ഡാഷ് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് O1. ഈ രണ്ട് ലൈൻസ് നോക്കി പാരലൽ ടു XY ലൈനാണ്. അപ്പോൾ ഏതെങ്കിലും എഡ്ജ് പാരലൽ ടു XY ലൈൻ ഉണ്ടെങ്കിൽ, ടോപ്പ് വ്യൂവിൽ പാരലൽ ടു XY ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ഇതൊന്നും മനസ്സിൽ വെച്ചേക്കണം. ഏതെങ്കിലും എഡ്ജ് അല്ലെങ്കിൽ ലൈൻ ടോപ്പ് വ്യൂവിൽ പാരലൽ ടു XY ലൈൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ O5 പാരലൽ ടു XY ലൈൻ ആണ്. സോ O ഡാഷ് 5 ഡാഷ് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. O1 പാരലൽ ടു XY ലൈൻ ആണ്. അതുകൊണ്ട് O ഡാഷ് 1 ഡാഷ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. പക്ഷേ O2 ഒരു എഡ്ജാണ് അല്ലേ, നമ്മൾ ഡിവൈഡ് ചെയ്തേക്കണം, അതൊരു ലൈനാണ്. O2 പാരലൽ ടു XY ലൈൻ അല്ല, ഇൻക്ലൈൻ ടു XY ലൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ O ഡാഷ് 2 ഡാഷ് ആണ്. അത് ട്രൂ ലെങ്തിലായിരിക്കില്ല. അതുപോലെ തന്നെ O3 ഇത് പാരലൽ ടു XY ലൈൻ അല്ല, ഇവിടെയോ O ഡാഷ് 3 ഡാഷ്, അപ്പം അതും ട്രൂ ലെങ്തിലായിരിക്കില്ല. O4 അതും പാരലൽ ടു XY ലൈൻ അല്ല, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ? O ഡാഷ് 4 ഡാഷ്, അതും ട്രൂ ലെങ്തിലായിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ലൈൻസ് ഒന്നും ട്രൂ ലെങ്തിലല്ല. O ഡാഷ് 2 ഡാഷ്, O ഡാഷ് 8 ഡാഷ്, O ഡാഷ് 3 ഡാഷ്, O ഡാഷ് 7 ഡാഷ്, O ഡാഷ് 4 ഡാഷ്, O ഡാഷ് 6 ഡാഷ്, ഇതൊന്നും ട്രൂ ലെങ്തിലല്ല. കാരണം നമ്മൾ വരച്ചപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ അത് പാരലൽ ടു XY ലൈൻ ആയില്ല. അതുകൊണ്ടാണ്. അതങ്ങനെയൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനി ലൈനിലേക്ക് പോണത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത ഡിസ്റ്റൻസ് ഈ ലൈനിലൊക്കെ ഏതാ? BCD ആണ്. നമ്മൾ ഈ OB എടുത്ത് വരയ്ക്കാൻ പറ്റില്ല. കാരണം OB എന്താ? ഒറിജിനൽ ലെങ്ത് അല്ല. അപ്പോൾ ആ ഒറിജിനൽ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്ക് ചെയ്യും. നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ പോണ പോയിന്റിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ട്രൂ ലെങ്തിലേക്ക് വരയ്ക്കും. എല്ലാ ഡിസ്റ്റൻസ്, ഇതിൻ്റെ പരിപാടി ഇതാണ്, ട്രൂ ലെങ്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയണേ. അതിനെ ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റും, ഇങ്ങോട്ടേക്ക് മാറ്റും. ഇതിനെ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലം കൂടുതലുള്ളത് അങ്ങോട്ടേക്ക് എടുക്കുക, അതായിരിക്കും നല്ലത്, കാണാൻ എളുപ്പമുണ്ടാവും. ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ ട്രൂ ലെങ്തിലല്ലാത്ത എഡ്ജിനെ കട്ട് ചെയ്യണ പോയിന്റ് അവിടെ നിന്ന് ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരച്ച് ട്രൂ ലെങ്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഏതെങ്കിലും ട്രൂ ലെങ്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, B1. അപ്പം ഇനിയിപ്പോൾ O ഡാഷ് 4 ഡാഷിനെയും O ഡാഷ് 6 ഡാഷിനെയും കട്ട് ചെയ്യണ പോയിന്റ് മാർക്ക് ചെയ്യണം. ആ ഡിസ്റ്റൻസ് O ഡാഷ് B അല്ല എടുക്കേണ്ടത്, O ഡാഷ് B1 ആണ് എടുക്കേണ്ടത്. അത് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാവാമെങ്കിൽ ഒന്നുകൂടെ അടുത്ത ഒരു പോയിന്റ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇവിടെ വെച്ചു കണ്ടോ. നമ്മൾ ഇനി ഇത് ഏതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? ബിയുടെ ട്രൂ ലെങ്ത് ആണ്, O ഡാഷ് ബിയുടെ ട്രൂ ലെങ്ത് ആണ് എടുത്തേക്കണേ. ഈ O ഡാഷ് ബി എവിടെയായിരുന്നു? O ഡാഷ് 4നെ O ഡാഷ് 6നെയും കട്ട് ചെയ്യണ പോയിന്റാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മുടെ ആ ലൈൻസിൽ കൊണ്ടുവയ്ക്കുക. നമ്മുടെ ഡെവലപ്മെൻറ്റിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് വേണ്ടത്. ഇവിടെ വെച്ചു. ഏതായിരുന്നു? ബി എവിടത്തെയായിരുന്നു? O4 O6. അപ്പോൾ O4നെയും O6നെയും കട്ട് ചെയ്യണമെങ്കിൽ OB1 എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് O6. ഇതെങ്ങനെ കട്ട് ചെയ്യണം? ചില സമയത്ത് തിരിച്ചിങ്ങോട്ട് മാർക്ക് ചെയ്യാം.
ഇതാ ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ്സ് ഏതാണ്? ഈ പോയിന്റ്സ് B1 ആണ്. B1 ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ലൈൻസിനെ കട്ട് ചെയ്യണ പോയിന്റ്, ഇപ്പോൾ സിയുടെ കട്ട് ചെയ്യണ പോയിന്റ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഇവിടെ തിൻ ലൈൻസ് വരയ്ക്കണം കേട്ടോ. ഞാൻ ഈ സിനെ പാരലായിട്ട് വരയ്ക്കുക, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക, ട്രൂ ലെങ്തിലേക്ക് കട്ട് ചെയ്യിക്കുക. C'. ട്രൂ ലെങ്ത് എവിടെയാണെന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ പിരമിഡൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ സൈഡ് ട്രൂ ലെങ്ത് ആയിരിക്കില്ല, ഇപ്പുറത്തെ സൈഡായിരിക്കും ട്രൂ ലെങ്ത്. ഇവിടെ ഏത് സൈഡിലേക്ക് എടുത്താലും കറക്റ്റാണ്, കാരണം രണ്ട് സൈഡും ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ OC1 ആണ് എടുക്കേണ്ടത്. ഏത് ലൈനെ കട്ട് ചെയ്യാൻ? O3നെയും O7നെയും കട്ട് ചെയ്യാൻ. ഇവിടെ O3നെയും O7നെയും കട്ട് ചെയ്യാൻ വേണ്ടിയ ഡിസ്റ്റൻസ് ഏതാണ്? OC അല്ല, OC1 ആണ്. O3യെയും O7നെയും കട്ട് ചെയ്യേണ്ടത് O' C വെച്ചിട്ടല്ല, O' C1 വെച്ചിട്ടാണ്. ക്ലിയർ ആണോ അത്? ഓക്കെ. ആർക്കെങ്കിലും ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയട്ടോ. ഇത് ഈ പിരമിഡ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതുവരെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതും നിങ്ങളുടെ ഓൾഡ് സിലബസ് ആണെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്താണെങ്കിലും ഒക്കെ ഡെവലപ്മെൻറ്റിൽ പിരമിഡ് അല്ലെങ്കിൽ കോണാണ് വന്നിരിക്കുന്നത്. കാരണം ഇതാണ്, ഈ ഒരു പണി എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മിക്കവാറും അത് ചെയ്യാതെ എല്ലാവരും ഒറ്റയടിക്ക് ഈ ഡിസ്റ്റൻസ് നേരെ കട്ടിംഗ് ലൈൻ്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് അങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അതിനൊരു 4-5 മാർക്ക് ആ ക്വസ്റ്റ്യനിൽ അങ്ങ് പോയി കിട്ടും. പക്ഷേ എന്നാലും ഡെവലപ്മെൻറ്റ് ഈസിയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പരിപാടിയെങ്കിലും ചെയ്തിടുക. ഇതെങ്ങനെയാണ് നിങ്ങൾ വരച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്, ഈ ഫ്രണ്ട് വ്യൂവിനകത്ത് ഈ പരിപാടി ചെയ്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അറിയാം നിങ്ങളിത് ട്രൂ ലെങ്ത് എടുത്തിട്ടില്ല വരച്ചേക്കാനുള്ളത്. അപ്പം തന്നെ മാർക്ക് കൊടുക്കും. ഈ കൺസ്ട്രക്ഷൻ കാണിക്കണം. ഇത് തിൻ ലൈനിലായിരിക്കണം, കാരണം ഈ ട്രൂ ലെങ്ത് എടുക്കുന്ന പ്രോസസ്സ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നോക്കാൻ നിൽക്കില്ല, കോമ്പസ് കുത്താൻ നിൽക്കില്ല. പിന്നെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നോക്കുകയുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, കാണുന്നതൊക്കെ ഉറപ്പാണ് നിങ്ങളിത് ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് വരച്ചേക്കണമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ C ഏതാണ്? C O3യും O7ഉം. അപ്പോൾ O3 പിന്നെ അടുത്തതാണ് O7. അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? C1 ആണ്. ഇത് C1 ആണ്, ഇത് C1 ആണ്. സിമിലർലി ഈ ഡിയും അതുപോലെ തന്നെ വരയ്ക്കാം. ഡിയിൽ നിന്നും ഇതിലേക്ക് പാരലായിട്ട് ട്രൂ ലെങ്തിലേക്ക് വരച്ചു. ഈ ഡിസ്റ്റൻസ് എടുക്കുക. ആദ്യത്തെ മനസ്സിലാവുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? എവിടെ ഇത് പുകമറയാണോ ആകെ മൊത്തം? ഓക്കെ. ഇത് ഒന്ന് ഇത്തിരി എഫക്റ്റ് എടുക്കുക. കാരണം വെച്ചാൽ ഇത് പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ കുറച്ച് പിരമിഡ് വളരെ കുറച്ചേ ഉള്ളൂ, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ലാസ്റ്റ് മോഡ്യൂൾ ഞാൻ ഉദ്ദേശിച്ചേക്കണ ഇതാണ്, എല്ലാവരും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലാസ്റ്റ് മോഡ്യൂളാണ്. അതിനകത്തുനിന്നൊരു 15 മാർക്ക് വെച്ച് കിട്ടി കഴിഞ്ഞാൽ 30 മാർക്കായി. പിന്നെ ബാക്കി നിങ്ങളുടെ ബോണസാണ്. ബാക്കി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നമ്മൾ ഈ ലൈൻസിൻ്റെ പാർട്ട് ചെയ്യുക, പിന്നെ പ്രൊജക്ഷനോ സോൾവ്സ് ചെയ്യുക, ഐസോമെട്രിക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറേശ്ശെ മാർക്ക് കിട്ടുമ്പോൾ നല്ല മാർക്കാവും. ഈ ഡെവലപ്മെൻറ്റും ലാസ്റ്റ് മോഡ്യൂളിലത്തെ സാധനം ഫുള്ള് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് ഈ ഡി കട്ട് ചെയ്യണത് ഏതാണ്? O8ഉം O2 ആണ്. അപ്പോൾ ഇവിടെ O2 കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ O2ൽ കട്ട് ചെയ്തു. അടുത്തത് O8ൽ കട്ട് ചെയ്തു. അപ്പോൾ ആ പോയിന്റ്സ് ഏതാണ്? D1 ആണ്. D1 പിരമിഡും സെയിം പ്രൊസീജിയറാണ്. ഇത് തന്നെയാണ് പിരമിഡിലും ചെയ്യുന്നത്. നമുക്ക് ആ പിരമിഡോടെ ചെയ്യണം. ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ
ലൈൻസ് അല്ല ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്, നല്ല സ്മൂത്ത് കർവാണ്. എനിക്കിത് കർവ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് മൗസ് വെച്ച് വരയ്ക്കണ കാരണം പെർഫെക്റ്റ് ആവില്ല. ഇത് തമ്മിൽ ലൈൻസ് അല്ല കേട്ടോ വരയ്ക്കേണ്ടത്. ഞാൻ വരയ്ക്കണത് നോക്കണ്ട, ഇത് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കണേ. മൗസ് കൊണ്ട് വരയ്ക്കണമെന്നാണ് കുറച്ച് മെനക്കെട്ട് വരയ്ക്കണം. ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ താഴേക്കുള്ളതാണ് സെക്ഷൻ. അപ്പോൾ താഴേക്കുള്ള സെക്ഷൻസ് എല്ലാം തിക്കാക്കുക. നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കുള്ളതാണ്, ഔട്ടർ മാത്രം കേട്ടോ. ഉള്ളിലുള്ളത് തിക്കാക്കണ്ട. ഉള്ളിലുള്ളത് എന്തുകൊണ്ടാണ് തിക്കാക്കണ്ടെന്ന് പറയാൻ കാരണം ഇത് പ്രൊജക്ടർ ലൈൻസ് ആണ്. ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് ഇല്ല. ഇത് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷനാണ് ആ പ്രൊജക്ഷൻ ലൈൻസ്. ഔട്ടർ മാത്രം തിക്കാക്കുക. ഫൈനൽ ഇതിനകത്ത് എല്ലാം തിന്നായിട്ട് വരച്ചിട്ട്, ഇത് എൻ്റെ കോമ്പസ് സെറ്റ് ചെറിയ പ്രശ്നമാണ്. കറക്റ്റ് ഇതിൽ ഔട്ടർ മാത്രം തിക്കാക്കുക. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി ഞാൻ ഇതിനകത്ത് ഒരൊറ്റ പോയിന്റോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിനകത്ത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഇതിനകത്ത് ഒരു സ്ട്രിങ് ബോണ്ട് ചെയ്യണതാണ്. ഇതിൽ കൂടി ഒരു നൂല് ചുറ്റി ഇതിൻ്റെ അപ്പുറത്തോടെ എടുക്കാൻ പറ്റിയ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഡെവലപ്പ് ചെയ്യുക. ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാ? 1 to 1. ഇതിനകത്ത് ചോദിച്ചത് ഡയഗണലി ഓപ്പോസിറ്റ് എന്നായിരുന്നു. അപ്പോൾ 5 ആണ്. 1ൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ഏതായിരുന്നു? 5 ആണ്. അപ്പോൾ ഡയഗണലി ഓപ്പോസിറ്റ് എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇത് ചുറ്റിയെടുത്ത് ഒരു നൂല് 1 ചുറ്റുമാണ്, എന്നിട്ട് 1 തന്നെ വരണം. അതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ്? 1 to 1 ആണ്. അത് ഈ ഡെവലപ്മെൻറ്റിൽ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താണോ ചെയ്തത് അതേ പരിപാടി ഇവിടെ എന്താ ചെയ്തത്? ഇതിൽ നിന്നും ഡിസ്റ്റൻസ് എടുത്ത് ഡെവലപ്മെൻറ്റിലേക്കാണ് മാറ്റിയത്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഡെവലപ്മെൻറ്റിൽ നിന്ന് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഈ ട്രൂ ലെങ്തിലേക്ക് മാറ്റുക, എന്നിട്ട് നേരെ റിവേഴ്സ് അടിക്കുക. അതിൻ്റെ അങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ, നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ, അതിനകത്ത് ചോദിച്ച പ്രോബ്ലം അതായിരുന്നു. ഈ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിരുന്നു. ഈ സെക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിനകത്ത് തന്നെ എല്ലാം ചെയ്തിട്ട് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ഇതിലേക്ക് മാറ്റുക, ഡെവലപ്മെൻറ്റിലേക്ക് മാറ്റുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെവലപ്മെൻറ്റ് വരച്ചിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡെവലപ്മെൻറ്റിൽ മാർക്ക് ചെയ്യുക. ഇപ്പോൾ 1 ഉം 1 ഉം തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താ? ഈസി അല്ലേ? ഇവിടുന്ന് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ പറയണേ ഇതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് 1 നിന്ന് ഇതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ഏതാ? 5. 1 നിന്ന് 5ലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? ഈ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ 1 2 1 3 1 4 1 5നെ കട്ട് ചെയ്യണേ ഡിസ്റ്റൻസുകൾ നമ്മൾ ഏതിലേക്ക് മാർക്ക് ചെയ്യുക? ഇതിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഔട്ടർ മാത്രമാണ് ട്രൂ ലെങ്ത് ഉള്ളൂ, ബാക്കിയെല്ലാം ട്രൂ ലെങ്ത് അല്ല. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും ഇതിലേക്ക് മാർക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിലേക്ക് വരയ്ക്കുക. നമുക്ക് നിങ്ങളൊന്ന് ഈ പ്രോബ്ലം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് സോൾഡ്, ആ ടെക്സ്റ്റിനകത്ത് സോൾഡ് ആണ്. പ്രോബ്ലം നമ്പർ 16 19 ആണ്. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനത്തെ 2 പ്രോബ്ലംസ്. എന്തായാലും ഒരു കോണ് അല്ലെങ്കിൽ പിരമിഡ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?